നമ്മുടെ അടുത്തുള്ള പല ആളുകൾക്കുള്ളൊരു പ്രധാന കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്: ഇന്ത്യ ഇറാനൊപ്പമാണോ അതോ ഇസ്രയേലിനൊപ്പമാണോ എന്ന്. സാറിന് എന്ത് തോന്നുന്നു? ഇന്ത്യ ആർക്കൊപ്പമാണ്? രസമുണ്ട് ചോദ്യമാണ്. ആൾക്കാർക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇറാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമാണെന്നും ഇസ്രായേൽ ഭയങ്കര മിത്രമായിട്ടുള്ള രാജ്യമാണെന്നുമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന രാജ്യത്തിന് ഈ ലോകത്ത് ശത്രുക്കൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. ഇതാണ് പണ്ട് തൊട്ടേയുള്ള പോളിസിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയകാലം തൊട്ടേയുള്ള പോളിസിയാണ്. ഇന്ത്യയുടെ ശത്രുക്കളെ ആരെയും ശത്രുക്കളാവാൻ വേണ്ടി ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തതല്ല, അവരിങ്ങോട്ട് വന്നു കയറുക ശത്രുക്കളാവാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ശത്രുത വന്ന് പാകിസ്ഥാൻ തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടി അധികം വൈകാതെ കാശ്മീർ മേഖല പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കാൻ നോക്കി. അതേസമയം കാശ്മീർ ഔദ്യോഗികമായിട്ട് ഇന്ത്യ ചേരുക ചെയ്തത്. അപ്പോൾ കാശ്മീരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യക്ക് സൈന്യത്തെ വേണ്ടി വന്നു. ആദ്യത്തെ യുദ്ധം അങ്ങനെ ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും ആജന്മവൈരികൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും മാറി. എന്നാൽ അന്നോട്ട് ഇന്നോളമുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാനോട്ട് രമ്യതയെ പോകാൻ. ക്രിക്കറ്റ് മാച്ചുകൾ ദീർഘകാലം രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ക്രിക്കറ്റ് നയതന്ത്രം എന്നൊരു പദം തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ശത്രുതയുണ്ടെങ്കിലും ആ ശത്രുത മറക്കാനും രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിൽ നല്ലൊരു സമാധാനപരമായിട്ട് സൗഹൃദത്വം ഉണ്ടാകാനും വേണ്ടി പല കാലഘട്ടത്തിലും ഇന്ത്യയിലെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ശ്രമിച്ചിട്ടുണ്ട്, മോദി ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പം പാകിസ്ഥാന്റെ ഭാഗത്ത് ഇങ്ങോട്ടുണ്ടാക്കി വരുന്നത് മാത്രമാണ്. നമ്മളെ വഞ്ചിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എത്ര അടി കൊണ്ടാലും പഠിക്കാത്തൊരു സിറ്റുവേഷനും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടുള്ള ശത്രുവായിട്ട് മാറി. സത്യത്തിൽ ഇന്ത്യ അങ്ങോട്ട് ഇന്നും ശത്രുവല്ല, അവൻ ഇങ്ങോട്ട് ശത്രു ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അത്രേ കാര്യമുള്ളൂ. ബംഗ്ലാദേശ് ഒരു ഘട്ടത്തിൽ, ബംഗ്ലാദേശ് ഉണ്ടായ ആദ്യത്തെ ഘട്ടത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ ബംഗ്ലാദേശ് നേതാവ് മുജീബുർ റഹ്മാനെയും കൂട്ടത്തെയും കൂട്ടക്കൊല ചെയ്തിട്ട് പട്ടാള അധികാരം പിടിച്ചു കഴിഞ്ഞോടെ ബംഗ്ലാദേശ് ശത്രു സ്ഥാനത്തേക്കായി. അതുവരെ അത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ ശത്രുവായിട്ട് നിന്നാണെങ്കിൽ പിന്നീട് ബംഗ്ലാദേശ് എന്ന പേരിൽ തന്നെ ശത്രുവായിട്ട് മാറി. അവസാനം ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നുവിട്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. നല്ല സൗഹൃദത്തിൽ വന്നെങ്കിലും ഷെയ്ഖ് ഹസീനെ അധികാരപുരുഷാക്കിയ നിമിഷം തൊട്ട് വീണ്ടും ബംഗ്ലാദേശ് സ്വയം തന്നെ ഇന്ത്യക്കെതിരായിട്ട് മാറി. ശ്രീലങ്കയാണെങ്കിൽ ഏറ്റവും രസമല്ല, ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായ ശത്രുവായിരുന്നു ചോദിച്ചാൽ ശ്രീലങ്കയാണ്. അതങ്ങ് രാമായണകാലം തൊട്ടുണ്ട്. പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും കാലത്തും ശ്രീലങ്കൻ രാജാക്കന്മാരുടെ യുദ്ധം നിരന്തരം ഉണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള പഴയ യുദ്ധങ്ങളുടെ തുടർച്ച മാത്രമാണ് വാസ്തവത്തിൽ സിംഹള തമിഴ് സംഘർഷം എന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ സിംഹളരും തമിഴ്നാട്ടിലുള്ള തമിഴരും തമ്മിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നു. ഈ തമിഴ്നാട്ടിലുള്ള തമിഴ് തന്നെ പണ്ടത്തെ തമിഴ് രാജാക്കന്മാരുടെ സൈന്യങ്ങളെ ശ്രീലങ്കയിൽ നിർത്തിയതിൻ്റെ പിൻഗാമികളാണ് ഇന്നത്തെ ഈഴം തമിഴർ എന്ന് പറയുന്നത്. അവർ ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും സൈനികരായിരുന്നു, അവരുടെ പിൻഗാമികളാണ്. ആ സൈനിക വീരി ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയാണ് സിംഹളരുടെ നേരെ ഇവർ ആക്രമണം അഴിച്ചുവിടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നും അവർക്കുള്ള പ്രശ്നങ്ങളുള്ളതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രാചീന പാരമ്പര്യ ശത്രു എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. പക്ഷേ ശ്രീലങ്ക ഒരു ശത്രുവായിട്ട് ഇന്ത്യ കണക്കാക്കിയിട്ടില്ല. ശ്രീലങ്കയായിട്ട് നല്ല ബന്ധത്തിൽ പോകാനാണ് എപ്പോഴും നോക്കിയിട്ടുള്ളത്. ഇടയ്ക്ക് LTT ഇന്ത്യക്ക് സഹായിക്കേണ്ടി വന്നിട്ടുള്ളത് വാസ്തവമാണ്. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MGR, അദ്ദേഹം ഈഴം നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് സത്യത്തിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനേകം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉള്ള നാട്. അവിടുത്തെ ഈഴത്തമിഴർ ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് സത്യത്തിൽ വേലുപ്പിള്ള പ്രഭാകരനെയൊക്കെ സഹായിച്ചത്. അതിനുവേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക ബന്ധങ്ങളിൽ കരുനേഴിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് പുതുതായിട്ട് ഒരു ശത്രുഭാവത്തിൽ ഇന്ത്യയുടെ നേരെ വന്നത് ടർക്കിയാണ്. ടർക്കി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാൻ ശ്രമിച്ചു. ടർക്കി അങ്ങനെ സ്റ്റെപ്പ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവർ വളരെ ഓപ്പണായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ ഒപ്പം നിലകൊണ്ടു. ഒരു ടർക്കിഷ് കപ്പൽ ആ യുദ്ധസമയത്ത് കറാച്ചിയിൽ എത്തുകയും ചെയ്തു. അതിൽ നിറയെ യുദ്ധോപകരണങ്ങളായിരുന്നു. മാത്രമല്ല ടർക്കി ധാരാളം ഡ്രോണുകൾ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാന് കൊടുത്തു. ഇത് ഇന്ത്യ ടർക്കിഷ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും പലപ്പോഴും ഇറാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഒരു ഗ്യാപ്പുണ്ട്. ഇതുണ്ടോ ഇല്ലയോ അവർക്ക് അറിയില്ല. എന്ത് ബന്ധമാണുള്ളത്, സൗഹൃദമാണോ ശത്രുതയാണോ ഒന്നും അറിയില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിലോ, ഇസ്രായേലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഭരണകാലത്തൊന്നും ഇസ്രായേലുമായിട്ട് വളരെ മികച്ചൊരു ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. നയതന്ത്ര സഹകരണങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ വാജ്പേയിയുടെ കാലം തൊട്ട് ഒരു മാറ്റം വന്നു. കാരണം ഈ ലോകത്തെ ഒരു രാജ്യത്തെയും നമ്മൾ ശത്രുവായിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഉത്തര കൊറിയ നമ്മുടെ ശത്രുവല്ല, ഇങ്ങനെ ആയിരുന്നിട്ട് നമ്മുടെ ശത്രുവല്ല. ലോകം പിശാചവൽക്കരിച്ച് മാറ്റി നിർത്തിയ രാജ്യങ്ങളാണ് ഇറാൻ, ഉത്തര കൊറിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരൊന്നും ശത്രുക്കളല്ല. ഇവരൊക്കെ മറ്റുപേരുടെ ശത്രുക്കളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളുടെ ശത്രുക്കളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ശത്രുക്കളായിരിക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഇവരുമായിട്ടെല്ലാം നല്ല ബന്ധത്തിൽ പോകാനാണ് നോക്കിയത്. ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും ഒരേ സമയം നല്ല ബന്ധത്തിൽ പോകാനാണ് ഇന്ത്യ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഇന്ത്യക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
പാകിസ്ഥാൻ അങ്ങനെ തിരിച്ചടികൾ വന്നിട്ടുണ്ട്, ടർക്കി അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ചില സമയത്ത് ശ്രീലങ്ക അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. കാരണം ശ്രീലങ്കൻ മിലിറ്ററിക്ക് പലപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നത് പാകിസ്ഥാൻ്റെ ജനറൽമാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീലങ്കൻ മിലിറ്ററിക്ക് അവരുടെ ബന്ധങ്ങൾ കൂടുതലുള്ളത് പലപ്പോഴും പാകിസ്ഥാനുമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിട്ട് പാര അവർ പണിയാറുണ്ട്. മറ്റൊന്ന് മാലിദ്വീപാണ്, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടന്നിട്ട് ചില സമയത്ത് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്നു, ചില സമയത്ത് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്നു. മാലദ്വീപിലെ ജനാധിപത്യ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അവർ നയം മാറ്റാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇന്ത്യക്കൊരു പോളിസിയുണ്ട്, ഇന്ത്യ ആരുടെയും ശത്രുവല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ദീർഘകാലം അകറ്റി നിർത്തിയിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ശത്രുത ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇസ്രായേലിനെ അകറ്റി നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു പക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP ഗവൺമെൻറ് വന്നപ്പോൾ ഇസ്രായേലിട്ട് കൂടുതൽ അടുക്കാൻ്റെ ശ്രമം നടത്തിയത്. പക്ഷെ മറുവശത്ത് അറബ് രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ നശിപ്പിക്കാതെയാണ് നമ്മളത് ചെയ്തത്. അറബ് രാജ്യങ്ങൾ പലർക്കും സത്യം പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ ഇസ്രായേലുമായിട്ട് അടുപ്പമുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ ഓപ്പണായിട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓയിൽ ട്രേഡ് എന്നൊരു കാര്യത്തിൽ ജൂതന്മാരുടെ കുടുംബങ്ങളുടെ കമ്പനികളാണെല്ലാം നിയന്ത്രിക്കുന്നതുള്ളതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ പുറത്ത് കാണാത്ത അനേകം ബന്ധങ്ങളുണ്ട്, നിരവധി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ധാരണയുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഉള്ള മിക്ക രാജ്യങ്ങളിലും അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് വ്യക്തമായിട്ട് അവരുടെ ഹാൻഡുണ്ട്, ഹോൾഡുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. ഇന്ത്യയിൽ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. അതേസമയം ഇന്ത്യ ഇസ്രായേലുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ ശ്രമിച്ച ഒറ്റ കാര്യമുള്ളൂ, അത് വ്യാപാര ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം. ചില സമയത്ത് ചില മിലിറ്ററി സോഫ്റ്റ്വെയറുകൾ നമുക്ക് വേണമായിരുന്നു, നമ്മൾ വാങ്ങിയിട്ടുണ്ട്, തിരിച്ച് പണം കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് അവരുടെ ആയുധങ്ങൾ നമുക്ക് വേണമായിരുന്നു, മറ്റുള്ളതൊന്നും കിട്ടാത്ത ആയുധങ്ങൾ, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പകരം പണം കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇന്ത്യ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഇസ്രായേലിനെ കൊണ്ടായിരുന്നില്ല ആവശ്യം, ഇസ്രായേലിന് ഇന്ത്യയെ കൊണ്ടാണ് ആവശ്യം. കാരണം ഇന്ത്യ ഒപ്പം നിന്നാൽ അന്താരാഷ്ട്ര വേദികളിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഇന്ത്യ ഒപ്പം നിന്നില്ലെങ്കിലോ ഗ്ലോബൽ സൗത്ത് മൊത്തം എതിരായി പോകും. അപ്പോൾ ഇസ്രായേലിന് മറ്റു പല രാജ്യങ്ങളുടെയും അവരുടെ ജനതയുടെയും സഹാനുഭൂതിയും പിന്തുണയും വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൂടെ വേണം. ഇസ്രായേൽ കൂടെ നിന്നിട്ട് ഒരുത്തൻ്റെ സഹാനുഭൂതി ഇന്ത്യക്ക് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്ത്യ ശ്രമിക്കാറുമില്ല. അതായത് അവരുടെ ഇപ്പം നിലവിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യകത അവരെ കൊണ്ടുണ്ടെങ്കിൽ ഇസ്രായേലിന് വേണ്ടുന്ന പല ഉപകരണങ്ങളും ഇന്ത്യ നിർമ്മിക്കുന്നു. അത് യുദ്ധോപകരണങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഇത് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുറേ കമ്പനികൾക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനോ നമ്മുടെ കമ്പനികൾ ഉൽപ്പന്നം ഉണ്ടാക്കി അവിടെ കൊടുക്കാനുള്ള അനുവാദമുണ്ട്. ഇതാണ് വാസ്തവം. അതേസമയം ഇറാനുമായിട്ടോ ഇസ്രായേലുമായിട്ടുള്ളതിൻ്റെ 100 ഇരട്ടി ബന്ധമാണ് ഇറാനുമായിട്ട്. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇസ്രായേലുമായിട്ട് ബന്ധങ്ങളിൽ എപ്പോഴും കരുതലുകൾ വീഴ്ത്താറുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ പലസ്തീൻ നയം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് നമ്മൾ സ്വതന്ത്ര പാലസ്തീനാണ് പിന്തുണച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, BJP വന്നതിന് ശേഷം സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ള നയത്തിൽ നിന്ന് ഇന്ത്യ മാറിയോ? ഇല്ല എന്നാണ് ഉത്തരം. ഇന്ത്യ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നു. ഗാസയിൽ ഇസ്രായേലിൽ കാണിക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങളെ നമ്മൾ എതിർക്കുന്നു. പക്ഷേ ഹമാസിനെ നമ്മൾ എതിർക്കുന്നുണ്ട്. നമ്മൾ ഹമാസിനെ അനുകൂലിക്കുന്നില്ല. ഹമാസ് ഒരു ഭീകര സംഘടനയാണ്. ഭീകര സംഘടനകൾക്കൊപ്പം ഇന്ത്യ നിൽക്കുന്നില്ല. പലസ്തീനെ ഇന്ത്യ ഒരു ഭീകര സംഘടനയുടെ ഏരിയ ആയിട്ടല്ല കാണുന്നത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയേക്കുന്നത് അധിനിവേശമായിട്ട് തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അപ്പോൾ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ട് ഇന്ത്യ നിലപാടുകൾ അന്താരാഷ്ട്ര വേദിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ എടുക്കുന്നത്. മോഡി ഗവൺമെൻറ് കാലത്ത് ഇപ്പോഴും പലസ്തീൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അത് ഇസ്രായേലിനോട് നേരിട്ട് പോയിട്ട് അവിടെ ചെന്ന് നീ കൊടുക്കടാ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുകയല്ല ചെയ്യണത്. നമ്മുടെ അഭിപ്രായം പറയാനുള്ള വേദികളിൽ നമ്മൾ പറയും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് കയറി അതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതല്ല. ഇന്ത്യയുടെ ആ സ്റ്റാൻഡ് ഇറാനും വ്യക്തമായിട്ടറിയാം. പലസ്തീൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മനുഷ്യാവകാശപരവും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പണ്ടെടുത്ത നിലപാട് മാറ്റമില്ല. ഇത് ഇറാനറിയാം, അറബ് രാജ്യങ്ങൾക്കറിയാം. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളോ വളരെ വാസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, അത് വളരെ പ്രാചീനമാണ്. വളരെ പ്രാചീനകാലം തൊട്ട് ബന്ധങ്ങളുണ്ട്. പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിരുന്നു. അതിന് കാരണം ഒരു കാലഘട്ടത്തിൽ പേർഷ്യൻ സ്വാധീനം ഇന്ത്യയിൽ മുഗൾ ഭരണകാലത്ത് വളരെയധികം വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ മുഗൾ ഭരണത്തിൽ നിന്നാണല്ലോ പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ പേർഷ്യൻ ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് നിലനിന്നിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും അവർ 6 7 ചിലപ്പോൾ 8 ഭാഷകൾ പഠിക്കുമ്പോൾ അതിലൊന്ന് പേർഷ്യനായിരുന്നു. സ്വാതി തിരുനാളിൽ 8 ഭാഷകൾ പഠിച്ചിരുന്നു പറഞ്ഞു, അതിലൊന്ന് പേർഷ്യനാണ്. പേർഷ്യയ്ക്ക് പല സ്വാധീനങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. തിരിച്ച് ഇന്ത്യക്ക് പല സ്വാധീനങ്ങളും അവിടെയുണ്ട്. അത് പ്രാചീന കാലത്തെ കാര്യമാണെങ്കിൽ ആധുനിക കാലത്ത് എന്താണ്? ആധുനിക ഇറാൻ്റെ കാര്യത്തിൽ നമ്മൾ അവരോട് ഒത്തു തന്നെയാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇന്തോ ഇറാനിയൻ ബന്ധങ്ങളിൽ പലപ്പോഴും കല്ലുകടിയായിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് 1979 മുമ്പ് ഷായുടെ ഭരണകാലം ഉണ്ടായിരുന്നു. ഷാ അമേരിക്കൻ പക്ഷപാതിയായിരുന്നു, അമേരിക്കയുടെ ഒപ്പമാണ് നിന്നത്. അന്നത്തെ വളരെ പുരോഗമനപരമായ ഒരു ഇറാൻ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. കാരണം യൂണിവേഴ്സിറ്റികളിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വസ്ത്രധാരണ നിയമങ്ങളൊന്നുമില്ലായിരുന്നു, പർദ്ദയും ധരിക്കണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഷായുടെ ഇറാൻ കാശ്മീർ വിഷയത്തിൽ ആർക്കൊപ്പമാണെന്ന് ഇന്ത്യക്കൊപ്പോ പാകിസ്ഥാനൊപ്പമായിരുന്നു.
അന്താരാഷ്ട്ര വേദികളിൽ അവർ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇന്ത്യയുടെ ശത്രുസ്ഥാനത്ത് അവർ പോയി നിന്നു അന്നത്തെ ഇറാൻ. എന്നാൽ ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ വന്നതിന് ശേഷവും അതിനുശേഷം ഇൻഡോ ഇറാനിയൻ ബന്ധങ്ങൾ ശക്തമാവുകയാണ് ചെയ്തത്. ഇന്ത്യ ഇറാനും കൂടുതൽ സുഹൃത്തുക്കളായി. കാശ്മീരിൻ്റെ വിഷയത്തിൽ വോട്ടെടുപ്പ് വരുമ്പോൾ 1-2 തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യക്കൊപ്പം നിന്നിട്ടുമുണ്ട്. ഇന്ത്യയും റഷ്യയും ഇറാനും ഒക്കെ ഏതാണ്ട് ഒരേ ചേരിയിൽ വരുന്ന രാജ്യങ്ങളാണ്. ശാക്തിക ചേരികൾ എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ, റഷ്യയുടെ നല്ല സുഹൃത്താണ് നമ്മൾ. റഷ്യ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന് വേണ്ടുന്ന എല്ലാ സൈനിക സഹായ സഹകരണങ്ങളും റഷ്യ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് ഇറാന് മനസ്സിലാകും. അത് കാരണം ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുമായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് കിട്ടുന്നു. ഇറാൻ ഉപരോധം നേരിട്ടതിന് ശേഷം പല രാജ്യങ്ങളും വാങ്ങാണ്ടായി. അപ്പോഴും വാങ്ങിയിരുന്നത് ഇന്ത്യയാണ്. പകരം ആദ്യഘട്ടത്തിൽ ഡോളർ കൊടുക്കാൻ പറ്റുമോ, നമ്മൾ ഡോളർ കൊടുക്കുമായിരുന്നു. കൊടുക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഗോതമ്പും അരിയും ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ മരുന്നുകളും അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ അതൊക്കെ നമ്മൾ ബാർട്ടർ സമ്പ്രദായം പോലെയായി. ഇന്ത്യ അങ്ങോട്ട് കൊടുക്കും, ഓയിൽ ഇങ്ങോട്ട് വാങ്ങുന്നു. ഇന്നും കോടിക്കണക്കിന് ഡോളർ നമ്മൾ ഇറാന് കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് സ്വിഫ്റ്റ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കൊടുക്കാത്തത്. ആ ഒരു പണത്തിൻ്റെ കാര്യത്തിൽ കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ കുറേ പേർക്ക് അറിയില്ല. ഏറ്റവും അധികം ഇറാനിയൻ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന വിദേശ രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. പൂന എന്നുള്ളൊരു നഗരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറാനിയൻ സ്റ്റുഡൻസിനെ ധാരാളം കാണാൻ പറ്റും. അവിടുത്തെ എല്ലാ കോളേജിലും ഇറാൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവർ ഇറാൻ്റെ ഒരു ഹബ്ബായിട്ട് തന്നെ മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ. അവരുടെ ഒരു പ്രധാന വിദ്യാകേന്ദ്രമാണ് പൂനെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സിറ്റീസിലും ധാരാളം ഇറാനിയൻ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട്. അവിടുത്തെ എത്രയും യൂണിവേഴ്സിറ്റി ഉണ്ടെന്നറിയോ? ഇന്ത്യ അത് അനുവദിച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട്. ഒത്തിരി ഇറാൻകാർ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതുപോലെ മറ്റ് ട്രെയിനിങ്ങിനും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക്. പൊതുവിൽ ഇറാൻകാരുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ വളരെ ഇന്ത്യ സൗഹൃദമാണ്. ഇന്ത്യക്ക് ഇറാനോടും അങ്ങനെ തന്നെയാണ്. നയതന്ത്ര ബന്ധങ്ങൾ വളരെ ശക്തമാണ്. രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, സാമ്പത്തിക ബന്ധങ്ങളുണ്ട്, നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ബന്ധം പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യ അല്ല, ഇറാനുമല്ല, അമേരിക്ക ചെലുത്തുന്ന ഉപരോധങ്ങളാണ്, പടിഞ്ഞാറിൻ്റെ പിടിവാശികൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് ഇന്ത്യ ഇസ്രായേലിനൊപ്പോ ഇറാനൊപ്പോ എന്നുള്ള ചോദ്യത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരവാകും. ഈ സെപ്റ്റംബറിൽ ബ്രിക്സിന്റെ മീറ്റിംഗ് ഇന്ത്യ നടക്കാൻ പോവുകയാണ്. ബ്രിക്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, അതൊരു സാമ്പത്തിക കൂട്ടായ്മയാണ്. പ്രധാനമായിട്ട് 5 രാജ്യങ്ങൾ ചേർന്നാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇതാണ് ബ്രിക്സ് കൂട്ടായ്മ. ഇതിലേക്ക് വേറെ പുതിയ രാജ്യങ്ങളും എല്ലാം ചേർന്നിട്ടുണ്ട്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഉള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളും ബാക്കിയും ചേർന്ന കൂട്ടായ്മയ്ക്കകത്ത് ഇറാനുണ്ട്. പുതുതായിട്ട് 20 രാജ്യം കൂടെ ചേർന്ന് ഇത് 40 രാജ്യങ്ങളുടെ സഖ്യമായിട്ട് ഈ വരുന്ന ഉച്ചകോടി കഴിയുമ്പോൾ മാറിയേക്കും. അത് സെപ്റ്റംബറിൽ നമുക്കറിയാം അതിൻ്റെ കൃത്യമായ ഘടന എന്താണെന്ന്. അപ്പോൾ സെപ്റ്റംബറിലെ ബ്രിക്സ് ഉച്ചകോടി ഇത്തവണ നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അപ്പോൾ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും അതുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. ഇതിലേക്ക് ചേരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ തലവന്മാരെയും നമ്മളതിലേക്ക് ക്ഷണിക്കും. അതിൽ ഓൾറെഡി ഇതുമായിട്ട് സഹകരിച്ചിരിക്കുന്ന സുപ്രധാന രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ്റെ പ്രസിഡന്റായിട്ടുള്ള പെഷസ്കിയാനെ ഇന്ത്യ നരേന്ദ്രമോദി തന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഓർക്കണം, അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനുമായിട്ട് ഇത്രയധികം യുദ്ധം നടത്തുന്ന ഇതേ സമയത്ത് ഇന്ത്യയിൽ നടക്കുന്ന സുപ്രധാനമായ അന്താരാഷ്ട്ര കൂട്ടായ്മയിലേക്ക് ഇറാനിയൻ പ്രസിഡന്റിന് ഇന്ത്യ ക്ഷണം കൊടുത്തിരിക്കുന്നു. ഇതാണ് കൃത്യമായ ഉത്തരം. ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണോ ഇറാനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇസ്രായേലിൻ്റെ ഒപ്പമാണ്, ഇറാൻ്റെ ഒപ്പമാണ്. പക്ഷേ കുറച്ച് കൂടുതൽ ഇറാൻ്റെ ഒപ്പമാണ്. ഇതാണ് ഉത്തരം.